Unfiltered episode number 8, and we are talking about honoring God with our givings. നമ്മുടെ കൊടുക്കലിൽ കൂടെ എപ്രകാരം ദൈവത്തെ നമുക്ക് ആദരിക്കുവാൻ കഴിയും. It's been a long time. ഇത് ഒരുപാട് നാളായി. Probably 7 years. ഏകദേശം 7 വർഷത്തോളമായി. We have never taken a sermon on giving. ആമേൻ. കൊടുക്കുന്നതിനെ കുറിച്ച് നാം ഇതുവരെ 7 വർഷത്തോളം സന്ദേശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. Every time my council member comes and talks, Lavji every time talks, Pastor, you don't talk about it. ആമേൻ. എപ്പോഴും എൻ്റെ കൗൺസിലിൽ പ്രത്യേകിച്ച് ലൗജി ബ്രദർ വന്ന് എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. And today's Bible study was a great introduction about it. അതിനുവേണ്ടി ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി വളരെ അനുഗ്രഹമായിരുന്നു. I didn't know that he was going to bring that. എനിക്ക് ഒരു അറിവുമില്ലായിരുന്നു ഇപ്രകാരം അതിനെക്കുറിച്ചായിരിക്കും പറയുന്നതെന്ന്. How we honor God with our givings. നമ്മുടെ കൊടുക്കലിൽ കൂടി എപ്രകാരം ദൈവത്തെ ആദരിക്കുവാൻ കഴിയും. So that's why I said I will be going teaching instead of going preaching. ആമേൻ. അതുകൊണ്ട് ഇന്നൊരു പ്രസംഗത്തെക്കാളും ഇന്നൊരു പഠന രീതിയിൽ നമുക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So how can our tithings and givings gets to worship? നമ്മുടെ കൊടുക്കലിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ദശാംശത്തിൽ കൂടി എപ്രകാരം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. So many times we, especially those who lead and those who pray and those who talk, we should be always careful about when we say worship. നാം പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, നാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വേണം പറയുവാൻ. We cannot say let's start worship. നമുക്കൊരിക്കലും നമുക്കിനി ആരാധിക്കാം എന്ന് പറയരുത്. Because worship is an ongoing lifestyle. കാരണം ആരാധന നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം തുടർമാനമായി നടക്കുന്നതാണ്. Some people think when we are singing, now it's time to worship Lord. ചില ആൾക്കാർ ചിന്തിക്കും ഇപ്പോൾ പാട്ട് പാടുകയാണ്, ഇപ്പോഴാണ് ആരാധിച്ചു തുടങ്ങേണ്ടത്. No. ഒരിക്കലുമല്ല. Worship is a lifestyle. ആരാധന എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. In worship we sing. ആ ആരാധനയിൽ നാം പാട്ട് പാടും. In worship we share word. ആ ആരാധനയിൽ നാം വചനം കൈമാറും. In worship we also pray. ആമേൻ. ആ ആരാധനയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. Monday you are worshiping when you are on your office table. തിങ്കളാഴ്ച നാം ജോലി സ്ഥലത്ത് നമ്മുടെ ജോലിയിലായിരിക്കുമ്പോൾ അപ്രകാരം നാം ആരാധിക്കും. When you do your job sincerely and in truthfulness, that is a worship to the Lord. ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മുടെ ജോലി നാം ചെയ്യുമ്പോൾ അത് ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. When you are talking to your friends, അന്യോന്യം സുഹൃത്തുക്കളോട് and സംസാരിക്കുമ്പോൾ, when you exchange that love of God, ദൈവത്തിന്റെ സ്നേഹം കൈമാറുമ്പോൾ, that is a worship. അതും ഒരു ആരാധനയാണ്. So every time, every moment is a worship. അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ സന്ദർഭവും ആരാധനയാണ്. Now here we are talking about worshiping with givings. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ കൊടുക്കലിൽ കൂടി നാം ആരാധിക്കുന്നു. When we give, that is also a worship. നാം കൊടുക്കുമ്പോൾ അതും ഒരു ആരാധനയാണ് ദൈവത്തിനോട്. So I want you to understand this very well, and I also want to let you know that I didn't have to preach this sermon so long because this church is a giving church. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സന്ദേശം എനിക്ക് ഇത്രയും നാൾ പ്രസംഗിക്കാതിരുന്നത് ഈ സഭ നല്ലോണം കൊടുക്കുവാൻ ആഗ്രഹമുള്ള വിശ്വാസികളായോണ്ടാണ്. But I also want to let you know how the givings are. പക്ഷേ അതിനോടൊപ്പം തന്നെ കൊടുക്കുകൾ എപ്രകാരമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. When I heard questions, when people ask questions, I also know that there are so much of ignorance. ആമേൻ. ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് അറിവില്ലാത്ത അനേകരുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവാനിടയായി. Because we are ignorant about these things, we don't do this. ആമേൻ. ഇതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തതുകൊണ്ട് നാം പലപ്പോഴും ഇത് Now ചെയ്യാറില്ല. listen this very carefully. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ. The Barna report says, ബാർന റിപ്പോർട്ട് ഇപ്രകാരം പറയുന്നു, in a common church in United States, not just in United States, all over churches, അമേരിക്കയിൽ പൊതുവെയുള്ള സഭകളിൽ in every church, the church is driven by 20% of people who give. ആമേൻ. ഓരോ സഭയും മുമ്പോട്ട് പോകുന്നത് കൊടുക്കുന്ന 20% ആൾക്കാർ കാരണമാണ്. 80% enjoys others giving. ആമേൻ. മറ്റ് 80% അവർ മറ്റ് കൊടുക്കുന്നവരുടെ കൊടുക്കൽ കൊണ്ട് അവർ സന്തോഷിച്ചങ്ങ് പോകുന്നു. Because 20% is the people who take the load of the whole thing. ഏതൊരു സഭയുടെയും ആ മുഴുവൻ ചുമതലയും ഉത്തരവാദിത്വം ആ 20% ആൾക്കാരാണ് നോക്കുന്നത്. Fortunately or unfortunately, this is no exception in Calvary Assembly. കാൽവറി അസംബ്ലിയിലും ഇത് വ്യത്യസ്തമല്ല. It's the same thing. അതുപോലെ തന്നെയാണ്. But then we don't have any kind of a complaint of
God is not leading us. ആമേൻ. അതുകൊണ്ട് നാം ഒരിക്കലും ഒരു പരാതി പറയുന്നില്ല, ദൈവം നമ്മളെ നടത്തുന്നില്ല എന്നൊന്നും പരാതി പറയുന്നില്ല. God is leading us. തീർച്ചയായിട്ടും ദൈവം നമ്മളെ But we നടത്തുന്നു. need to understand what we need to do. പക്ഷെ നാം എന്താണ് ചെയ്യേണ്ടത് നാം മനസ്സിലാക്കേണ്ട There is ആവശ്യമാണ്. a general truth that I want to share with you. ഒരു പൊതുവായുള്ള ഒരു സത്യം നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Christian giving is not merely charity ഏതോ സംഭാവനയല്ല ക്രിസ്തീയ കൊടുക്കൽ എന്ന് പറയുന്നത്. or paying bills ഏതോ ബില്ലൊക്കെ അടച്ചു or തീർക്കുകയല്ല, meeting needs. ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നതുമല്ല. It is a worship flowing from a surrendered heart that recognizes God's ownership. ദൈവത്തിന്റെ ഉടമസ്ഥാവകാശം തിരിച്ചറിഞ്ഞ് ഒരു സമർപ്പണമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധനയാണ്. Who honors God's servant ദൈവദാസന്മാരെ and ബഹുമാനിക്കുന്നതിലൂടെ advance God's kingdom. ദൈവ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി. Remember, Christian giving is not charity. ക്രിസ്തീയ കൊടുക്കൽ അത് ഒരു ചാരിറ്റി അല്ല. We misunderstand between Christian giving and charity. ചാരിറ്റിയും ക്രിസ്തീയ കൊടുക്കലും നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. It's two different things. ഇത് രണ്ടും രണ്ട് വസ്തുതയാണ്. Charity is not tithing. Tithing is not charity. ദശാംശം അല്ലെങ്കിൽ ടൈത്തിങ് ചാരിറ്റി അല്ല, ചാരിറ്റി ദശാംശവുമല്ല. Okay? Offering is not charity. Charity is not offering. ഓഫറിംഗും ചാരിറ്റിയും വ്യത്യസ്തമാണ്, അത് രണ്ടും ഒന്നല്ല. So Christian giving is not just charity. Charity is needed, but it is not just charity. അതുകൊണ്ട് ക്രിസ്തീയ കൊടുക്കലുകൾ അത് ചാരിറ്റി അല്ല, ചാരിറ്റി ആവശ്യമാണ്, പക്ഷെ അത് ചാരിറ്റി I അല്ല. want to bring 5 important points. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ Number ആഗ്രഹിക്കുന്നു. 1, everybody should understand this. ആമേൻ. ഒന്നാമതായി എല്ലാവരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ് That God owns everything and we are stewards. സകലത്തിന്റെയും ഉടമസ്ഥൻ ദൈവമാണ്, നാം വെറും കാര്യസ്ഥരാണ്. Everything that we have, God is the owner. ആമേൻ. നമുക്കുള്ള സകലതും അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. Everything comes from God. എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. Let's see a few of these passages. ആമേൻ. ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Psalms 24:1. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം. Okay, can we read this? ചേർന്ന് നമുക്കൊന്ന് വായിക്കാൻ The പറ്റുമോ? earth is Lord's and all its fullness, the world and those who dwell therein. What's in Malayalam? ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. Okay. Now Haggai 2:8 says, the silver is mine, gold is mine, says the Lord of hosts. ഹഗായി പ്രവചനം 2:8. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Deuteronomy 8:18 says, and you shall remember the Lord your God, for it is he who gives you power to get wealth. ആവർത്തന പുസ്തകം 8:18. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. So God gives you the power to get wealth. Okay, James 1:17, every good gift and every perfect gift is from above. We know this one, right? യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. So listen this. ശ്രദ്ധിച്ചു കേൾക്കുക. God, all this fullness, everything that this world has, it's all belongs to God. ഭൂമിയും അതിന്റെ പൂർണ്ണതയും അതിലുള്ള സകലതും അത് യഹോവയ്ക്കുള്ളതാണ്. And in prophetic book of Haggai, it says, silver is mine, gold is mine, says the Lord. പ്രവചന പുസ്തകമായ ഹഗായിൽ നാം വായിക്കുന്നു, വെള്ളിയും പൊന്നും ദൈവത്തിന്റെയാണ്. Deuteronomy says God gives the power to get the wealth. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, നമുക്ക് ധനം ഉണ്ടാക്കുവാനുള്ള ശക്തി നൽകുന്നത് ദൈവമാണ്. So James says every good gift that you receive is from the Lord. യാക്കോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, സകല നല്ല ദാനങ്ങളും അത് ഉയരത്തിൽ നിന്ന് വരുന്നു. So what is this saying? എന്താണ് ഈ വാക്യങ്ങൾ നമ്മളെ വിളിച്ചു We കാണിക്കുന്നത്? are not the owner of wealth, ആമേൻ. ഒരു ധനത്തിന്റെയും ഉടമസ്ഥാവകാശം നമുക്കല്ല. but honor is God. ആമേൻ. ഇതിന്റെ എല്ലാം ഉടമസ്ഥ ദൈവമാണ്. So ownership comes from God. ഉടമസ്ഥാവകാശം ദൈവത്തിനുള്ളതാണ്. Therefore we are not owners. അതുകൊണ്ട് നമ്മളല്ല ഉടമസ്ഥകൾ. That means my salary belongs to God. അതിന്റെ അർത്ഥം എന്റെ ശമ്പളം ദൈവത്തിനുള്ളതാണ്. My business belongs to God. എന്റെ ബിസിനസ് ദൈവത്തിന്റേതാണ്. My house belongs to God. എന്റെ ഭവനം ദൈവത്തിന്റേതാണ്. My abilities belongs to God. എന്റെ കഴിവുകൾ ദൈവത്തിനുള്ളതാണ്. My opportunities belongs to God. എന്റെ അവസരങ്ങൾ ദൈവത്തിനുള്ളതാണ്. My life belongs to എന്റെ God. ജീവിതവും ദൈവത്തിനുള്ളതാണ്. Everybody who
who believes that, ഇത് വിശ്വസിക്കുന്ന ഏവരും would you lift your hands and say amen to ഒന്ന് this? കരങ്ങൾ ഉയർത്തി ആമേൻ പറയുവാൻ കഴിയുമോ? And if you have anything in your hand, നിങ്ങളുടെ കൈവശം എന്തെങ്കിലും if you ഉണ്ടെങ്കിൽ, have anything in your bank, നിങ്ങളുടെ ബാങ്കിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടെങ്കിൽ, whatsoever you have, എന്ത് how തന്നെയുമായിക്കൊള്ളട്ടെ, many of you can say, I am not the honor? എത്ര പേർക്ക് പറയുവാൻ കഴിയും അതിന്റെ ഒന്നും ഉടമ With ഞാനല്ല? humility, how many of you can say that? താഴ്മയോടെ എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? And if you are humble enough to lift your hands and say that, താഴ്മയോടെ കരമുയർത്തി അത് പറയുവാൻ Lord, you കഴിയും. are the honor. ദൈവമേ, അങ്ങാകുന്നു ഇതിന്റെ You gave ഉടമ. me the wealth. അങ്ങാണ് എനിക്ക് ധനം You തന്നത്. gave me everything, Lord. അങ്ങാണ് ഇതെല്ലാം എനിക്ക് നൽകി I am തന്നത്. just a steward. ആമേൻ, ഇതിന്റെ കാര്യസ്ഥൻ മാത്രമാണ് ഞാൻ. So if you have a good job, can you praise God? നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാമോ? Amen. You have a job, praise God. ഒരു ജോലി ഉണ്ടതോർത്തുകൊണ്ട് ദൈവത്തെ In a സ്തുതിക്കാമോ? situation like this, you have at least a job, praise God. പ്രകാരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടല്ലോ, അതോർത്ത് ദൈവത്തെ You have a സ്തുതിക്കാമോ? good health, you are breathing, praise God. ഒന്ന് ശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? As some of our uncles, ആമേൻ, നമ്മുടെ ചില മുതിർന്നവരോട് ചോദിക്കുക. they are not in a place where even they can drive cars. ആമേൻ, ഇപ്പോൾ അവർക്ക് വാഹനം ഓടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. They used to run to and fro. അവര് ഈ ദേശത്ത് അങ്ങോളം ഇങ്ങോളം ഓടി വരാണ്. Look at them how they walk now. ഇന്ന് അവർ നടക്കുന്ന പ്രയാസം ഒന്ന് There was നോക്കിയേ. a time they were so strong and they were running all around. ആമേൻ, ഒരു കാലഘട്ടത്തിൽ നല്ല ശക്തിയോടെ ബലത്തോടെ ഓടി നടന്നവരാണ്. But I thank God, പക്ഷെ ഇന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു, even in that weakness, ഇന്നും അവർ ബലഹീനതയിൽ they come here, ഇന്നും അവരിവിടെ വന്ന് they worship God, ദൈവത്തെ ഒരുമിച്ച് they ആരാധിച്ച് sing unto the Lord, ദൈവത്തോട് they're പാടിയാർത്ത് clapping their hands. കരങ്ങളെ ചേർത്തടിച്ച്, Just because it's not about me, it's about God who gave me everything. അത് എനിക്ക് എന്തോ ഉള്ളത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് സകലതും നൽകി തന്ന ദൈവത്തിന് How അർപ്പിക്കുന്നു. many of you can praise God? എത്ര പേർക്ക് അതോർത്ത് ദൈവത്തെ So സ്തുതിക്കാം? we are stewards. നാം എല്ലാവരും കാര്യസ്ഥരാണ്. What do you mean by stewards? എന്താണ് സ്റ്റുവേർഡ്സ്, കാര്യസ്ഥർ Romans എന്ന് പറയുമ്പോൾ? 12:1 says, റോമാലേഖനം 12:1 പറയുന്നു, present your bodies a living sacrifice, holy, acceptable to God, which is your reasonable service. ആമേൻ, ദൈവത്തിന് മുമ്പാകെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കുക എന്ന് വായിക്കുന്നു. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? God says, before you extend your hand, extend your heart to God. ആമേൻ, നിങ്ങൾ വലം കൈ നീട്ടുന്നതിന് മുമ്പേ ഹൃദയം നീട്ടാൻ നാം We തയ്യാറായിരിക്കണം. should say that, Lord, when I give, you should not give. Mera paisa, main dunga. We should not be saying, it's my money, how I want to give, it's up to me. Be humble. Say that it's Lord's money and Lord gave it to me and I give it to me. ആമേൻ, എന്റെ പൈസയാകുന്നു, ഞാൻ തീരുമാനിക്കണം എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം എന്ന് പറയാതെ ഒരു താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ ദൈവം തന്നു, അത് ദൈവം തീരുമാനിക്കട്ടെ എങ്ങനെ കൊടുക്കണമെന്ന്. So the truth is this. സത്യം ഇതാണ്, Christian stewardship does not begin with 10%. ആമേൻ, ക്രിസ്തീയ സ്റ്റുവേർഡ്ഷിപ്പ് അല്ലെങ്കിൽ കാര്യസ്ഥത അത് 10% ആരംഭിക്കുന്നത്. It begins by recognizing that 100% belongs to God. അത് ആരംഭിക്കുന്നത് നമ്മുടെ 100% ദൈവത്തിങ്കിൽ നിന്നാണെന്ന് നാം From തിരിച്ചറിയുമ്പോഴാണ്. here, the question comes. ഇവിടുന്നാണ് ചോദ്യം ആരംഭിക്കുന്നത്. Several people ask me this question. ഒരുപാട് പേര് എന്നോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. And this is a common question. ഇതൊരു പൊതുവേ ഉള്ളൊരു ചോദ്യമാണ്. Should we give tithe? നാം ദശാംശം കൊടുക്കേണ്ടത് ആവശ്യമാണോ? Do we really need to give tithe? യഥാർത്ഥമായി ദശാംശം കൊടുക്കേണ്ടത് ആവശ്യമാണോ? Does New Testament teach about tithe? പുതിയ നിയമം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? It's Old Testament law. ഇത് പഴയ നിയമത്തിലെ നിയമമല്ലയോ? Old Testament law, New Testament, there is no law. ആമേൻ, പഴയ നിയമത്തിലുള്ള നിയമമാണ്, പുതിയ നിയമത്തിൽ നിയമമില്ലല്ലോ. So should we give it or not? അതുകൊണ്ട് കൊടുക്കണോ വേണ്ടയോ? Well, let's see what Bible says. എന്താണ് വചനം പറയുന്നത് നമുക്ക് നോക്കാം. Are we ready? ആമേൻ, തയ്യാറാണോ? Hello? How many of you believe that tithe is an Old Testament law? എത്ര പേര് വിശ്വസിക്കുന്നു ദശാംശം പഴയ നിയമത്തിലെ ഒരു നിയമമാണെന്ന്? Well, you all believe it's New Testament? നിങ്ങൾ എല്ലാവരും ഇത് പുതിയ നിയമത്തിൽ നിന്നാണ് വിശ്വസിക്കുന്നു? അതുമില്ല. ഒരു എത്തും പിടിയില്ല. Okay? That takes to me the second point. Tithing began before the law. ആമേൻ, ഈ ദശാംശം കൊടുക്കുന്നത് അത് ന്യായപ്രമാണത്തിന് മുമ്പേ ഉള്ളതാണ്. But grace takes us beyond legalism. സകല നിയമവശങ്ങൾക്കും അപ്പുറമായി കൃപ നമ്മളെ കൊണ്ടെത്തുന്നു. So let me correct you. ആമേൻ, ഒന്ന് നിങ്ങളെ ഒന്ന് തിരുത്തട്ടെ. Tithe is not Old Testament law. ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു നിയമമല്ല. It is written in Old Testament, ഇത് പഴയ നിയമത്തിൽ എഴുതി എന്നുണ്ട്, but not Old Testament law. അത് പഴയ നിയമമല്ല. You didn't get it. മനസ്സിലായോ? Confused. It's not Old Testament law, I said.
ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിന്റെ നിയമമല്ല, It is written in Old Testament. അത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. Okay, let me explain it. ഞാൻ ഒന്ന് വിശദീകരിക്കാം. Where did you see first tithe? ആദ്യമായി എവിടാണ് നിങ്ങൾ ഈ ദശാംശം കാണുന്നത്? Abraham tithe. അബ്രഹാം ദശാംശം കൊടുക്കുന്നത് നാം കാണുന്നു. Was Abraham before Moses or after Moses? മോശയ്ക്ക് മുമ്പാണോ മോശയ്ക്ക് ശേഷമാണോ അബ്രഹാമിനെ നാം കാണുന്നത്? Who gave law? ആരാണ് നിയമങ്ങൾ കൊടുത്തത്? Moses. So Abraham come before law. Abraham's tithe comes before the law came or after the law came? അതുകൊണ്ട് അബ്രഹാമിന്റെ ദശാംശ നിയമം ലഭിച്ചതിന് ശേഷമാണോ മുമ്പാണോ? Good. You accept that, right? അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. So that, okay, let's read this. Genesis 14, 18 and 20. ഉൽപ്പത്തി പുസ്തകം 14, 18 മുതൽ 20 ഉള്ള This is വാക്യം നമുക്ക് വായിക്കാം. paraphrased. Then Melchizedek, the king of Salem. Okay, so Melchizedek is a priest and a king. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ഒരു പുരോഹിതനും ഒരു രാജാവാണ്. Bought out bread and wine. That means did a sacrifice. ആമേൻ. ഇതൊരു യാഗം എന്ന നിലയിൽ ഒരു So അപ്പവും വീഞ്ഞും കൊടുത്തു. Melchizedek, the king of Salem, who was also a priest, we don't know much about this priest, we don't know much about this king, but he offered a sacrifice. മൽക്കിസദേക്ക് ശാലേം രാജാവ് ഒരു രാജാവും പുരോഹിതനുമാണ്. അധികമൊന്നും അറിയത്തില്ല, പക്ഷേ ഈ രാജാവ് ഒരു യാഗം അർപ്പിച്ചു. He was the priest of God Most High. ഉന്നതനായ ദൈവത്തിന്റെ ഒരു പുരോഹിതനായിരുന്നു. And about Abraham it is said, Abraham gave him a tithe of അബ്രഹാമിനുള്ള സകലത്തിന്റെ ഒരു ദശാംശം മൽക്കിസദേക്കിന് കൊടുത്തു എന്ന് വായിക്കുന്നു. Okay, so Melchizedek is a priest, മൽക്കിസദേക്ക് ഒരു പുരോഹിതനാണ്, is a king. ഒരു രാജാവും കൂടിയാണ്. Why he need tithe? എന്തിനാണ് ഈ രാജാവിനും പുരോഹിതനും ഈ ദശാംശം? How we give tithe? എന്തിനാ പ്രകാരമാണ് നാം He കൊടുക്കുന്നത്? doesn't need any tithe. അവൻ ആ വ്യക്തിക്ക് ഒരു ദശാംശത്തിന്റെ Man, ആവശ്യമില്ല. that pastor is so rich. ആ പാസ്റ്റർ നല്ല റിച്ച് ആണ്. He doesn't need any tithe. അവൻ ഒരു ദശാംശത്തിന്റെ Oh, ആവശ്യമൊന്നുമില്ല. that church is so rich. ആ സഭ നല്ല റിച്ച് ആയിട്ടുള്ള ധനമുള്ള He doesn't സഭയാണ്. need any tithe. ആ സഭയ്ക്ക് ദശാംശത്തിന്റെ ആവശ്യമില്ല. My tithe should not go to Atlanta, it should go to Tiruvalla. അവൻ എന്റെ ദശാംശം അറ്റ്ലാന്റയിലല്ല പോകേണ്ടത്, തിരുവല്ലയിലാണ് പോകേണ്ടത്. Tiruvalla people are suffering. തിരുവല്ലയിൽ കഷ്ടം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. In North India people are suffering. നോർത്ത് ഇന്ത്യയിലും ആൾക്കാര് കഷ്ടതയിലാണ്. My tithe should not go to Calvary, it should go to some Bihar. അവൻ കാൽവറിയിലേക്ക് അല്ല എന്റെ ദശാംശം പോകേണ്ടത്, ബീഹാറിലേക്കാണ് പോകേണ്ടത്. Your tithe has nothing to do with whom you are giving, whether it's a priest, king, poor, rich. It is your adoration towards God. നിങ്ങൾ കൊടുക്കുന്ന ദശാംശം അല്ലെങ്കിൽ കൊടുക്കൽ അത് ഒരു രാജാവാകട്ടെ പുരോഹിതനാകട്ടെ അല്ല ഒരു പാവപ്പെട്ട വ്യക്തിയാകട്ടെ അതിലൊന്നും ഒരു കാര്യമല്ല, അത് നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഒരു അഡോറേഷൻ ആണ്. My question is how Abraham even knew that he need to tithe. എന്റെ ചോദ്യം ഇതാണ്, അബ്രഹാമിന് എങ്ങനെ അറിയാമായിരുന്നു ഒരു ദശാംശം കൊടുക്കണമെന്ന്? There was no law. അതിനു മുമ്പ് ഒരു പ്രമാണമില്ല. Nobody taught about it. ആരും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. Why he gave the tithe? എന്തിനു വേണ്ടിയാണ് അബ്രഹാം ഇത് കൊടുത്തത്? About Abraham we say that he was the friend of God. അവൻ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ദൈവത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു. So with friend when you walk, അവൻ ഒരു സുഹൃത്തുമായി നടക്കുമ്പോൾ you know what a friend desires. എന്താണ് ഒരു സുഹൃത്തിന്റെ ആഗ്രഹം എന്ന് മനസ്സിലാവും. If you call someone friend, അവൻ ഒരു വ്യക്തിയെ സുഹൃത്ത് എന്ന് വിളിച്ചാൽ you know what he thinks. എന്താണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നമുക്കറിയാം. When you call someone friends, ഒരു വ്യക്തിയെ ഫ്രണ്ട് എന്ന് വിളിച്ചാൽ you know what it hurts. എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്കറിയാം. When you call someone friends, ഒരു വ്യക്തിയെ ഫ്രണ്ട് എന്ന് വിളിച്ചാൽ you know what makes him happy. അവൻ ആ വ്യക്തിയെ എന്താണ് സന്തോഷിപ്പിക്കുന്നത് നമുക്കറിയാം. If you know your friend better that he doesn't eat McDonald's, അവൻ ഒരു സുഹൃത്ത് മക്ഡൊണാൾഡ്സ് കഴിക്കുന്നില്ലെങ്കിൽ and he is very much interested in steaks, അവൻ ഈ ഒരു സ്റ്റേക്കുകൾ വളരെ ഇഷ്ടമാണെങ്കിൽ you will never take him to McDonald's ഒരിക്കലും ആ ഇഷ്ടമില്ലാത്ത മക്ഡൊണാൾഡ്സിലേക്ക് കൊണ്ടുപോകത്തില്ല. because you call him friend. അവൻ ആ വ്യക്തിയെ നിങ്ങൾ സുഹൃത്തായി Abraham കണക്കാക്കുന്നുണ്ട്. and God, they are friend. അബ്രഹാമും ദൈവവും In സുഹൃത്തുക്കളായിരുന്നു. that intimacy of relationship, അവരുടെ ആ ബന്ധത്തിന്റെ ആഴത്തിൽ, in the intimacy of that worship, അവരുടെ ആ ആരാധനയുടെ ആഴത്തിൽ Abraham understood tithe is important. അബ്രഹാമിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു ദശാംശം പ്രാധാന്യമുള്ളതാണ്. He doesn't need any law for that. അതിനുവേണ്ടി മറ്റൊരു നിയമത്തിന്റെ ആവശ്യമില്ല. His heart was aligned with God. തന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിൽ ഏകാഗ്രതമായിരുന്നു. When your heart is aligned with God, ദൈവവുമായിട്ട് ഹൃദയം ഏകാഗ്രതമാകുമ്പോൾ you don't need any instruction for that. പിന്നെ ഒരു നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല. Nobody need to force. ആരും വന്ന് ഉദ്ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല. Like Bible study we were hearing. ബൈബിൾ സ്റ്റഡിയിൽ നാം കേട്ടതുപോലെ When we are revived and relationship
relationship is good. ആമേൻ നാം ഉണർവ് പ്രാപിച്ച് നമ്മുടെ ബന്ധം സ്ഥിരമാവുമ്പോൾ Nobody have to come and tell you, hey brother, tithe. ആമേൻ ആരും വന്ന് തോളത്ത് തട്ടി ദശാംശത്തിന്റെ കാര്യം പറയണ്ട. Okay, so tithe was not Old Testament law, it was before Old Testament. അതുകൊണ്ട് ദശാംശം അത് പഴയ നിയമത്തിന്റെ ഒരു നിയമമല്ല, അത് പഴയ നിയമത്തിന് മുമ്പ് Abraham was before Moses, അബ്രഹാം മോശയ്ക്ക് മുമ്പായിരുന്നു, before Sinai, സീനായി പർവ്വതത്തിന് മുമ്പായിരുന്നു, before the temple was made, അത് ദേവാലയം ഉണ്ടാക്കുന്നതിന് മുമ്പായിരുന്നു, before the Levitical priesthood. ലേവ്യ പൗരോഹിത്യത്തിന് മുമ്പായിരുന്നു. Because he understood this is the way to honor God. കാരണം അബ്രഹാമിനെ തിരിച്ചറിയുവാൻ കഴിയും ഇപ്രകാരമാണ് ദൈവത്തെ ആദരിക്കേണ്ടത്. Do you know this next guy called Jacob? ആമേൻ യാക്കോബ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി നിങ്ങൾക്കറിയാമോ? How many of you know that? എത്ര പേർക്കറിയാം? Was Jacob before Moses യാക്കോബ് മോശയ്ക്ക് or മുമ്പായിരുന്നു after Moses? അതോ മോശയ്ക്ക് ശേഷമായിരുന്നു? Before. What Jacob said. എന്താണ് യാക്കോബ് പറഞ്ഞത്? Genesis 28, 20 and 20 till 22. ആമേൻ ഉൽപ്പത്തി പുസ്തകം 28 20 മുതൽ 22 വരെ. Jacob was going to a journey. യാക്കോബ് ഒരു യാത്രയിലായിരുന്നു. And he came to a place where he saw a dream. ആമേൻ ഒരു ദർശനം ഒരു സ്വപ്നം കണ്ട ഒരു സ്ഥലത്തെത്തി. A ladder that he saw that reaches up to heaven. സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു ഗോവേണിയുണ്ട്. And then angels coming up and down. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. After the dream, Jacob said, ആ സ്വപ്നം കണ്ടതിന് ശേഷം യാക്കോബ് പറഞ്ഞു, Lord, if you bless me, എന്നെ ദൈവമേ അങ്ങ് എന്നെ and അനുഗ്രഹിച്ചാൽ, if you bring me back, ആമേൻ തിരിച്ച് എന്നെ ഈ ഇടത്തേക്ക് I will കൊണ്ടുവന്നാൽ give the tithe of everything. എനിക്കുള്ള സകലത്തിന്റെയും ദശാംശം ഞാൻ അങ്ങേക്ക് തരും. By the way, Jacob, how did you know this? യാക്കോബേ അങ്ങേക്ക് എങ്ങനെ അറിയാം? Where did you read it? ഇത് എവിടെ നിന്നാണ് വായിച്ചത്? Which Bible you read? ഏത് ബൈബിളാണ് വായിച്ചത്? And Jacob will say, യാക്കോബ് ഇപ്രകാരം പറയും, I have seen my dad. ഞാൻ എന്റെ പിതാവിനെ കണ്ടിട്ടുണ്ട്. He used to give. ആമേൻ എന്റെ പിതാവ് കൊടുക്കുന്നതുണ്ട്. Whenever somebody comes, he used to give. ആരെങ്കിലും വന്നാൽ എന്റെ പിതാവ് കൊടുക്കുന്നത് ഞാൻ How he കണ്ടിട്ടുണ്ട്. honors the servants of ആമേൻ God. ദൈവദാസന്മാരെ ആദരിക്കുന്നത് ഞാൻ How he കണ്ടിട്ടുണ്ട്. honors the priest. ആമേൻ പുരോഹിതന്മാരെ ആദരിക്കുന്നത് ഞാൻ I have കണ്ടിട്ടുണ്ട്. seen when the priest comes in, he will make sure that he gives his tithes. ആമേൻ ഒരു പുരോഹിതൻ വരുമ്പോൾ ആ പുരോഹിതന് ദശാംശം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I don't need any law for that. അതിനു വേണ്ടി മറ്റൊരു നിയമം I എനിക്ക് have seen ആവശ്യമില്ല. my dad being blessed. ആമേൻ എന്റെ പിതാവ് അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ I know കണ്ടിട്ടുണ്ട്. my dad came out of Ur. ആമേൻ ഊരിലെ പട്ടണത്തിൽ നിന്ന് എന്റെ He was പിതാവ് all പുറത്തു വന്നു. alone. ഏകനായി പുറത്തു വന്നു. Nothing was with him. തന്റെ കൂടെ ഒന്നുമില്ലായിരുന്നു. But as soon as he started walking with പക്ഷെ God, ദൈവത്തോടൊപ്പം നടന്നതിന് ശേഷം every time he offered worship, അവൻ ഓരോ സമയത്തും ആരാധിക്കുമ്പോൾ he makes sure the tithe goes to the servant of God. ദൈവദാസന് ദശാംശം കൊടുക്കുമായിരുന്നു. And Jacob said, യാക്കോബ് വിളിച്ചു I പറഞ്ഞു, have seen in my family. എന്റെ കുടുംബത്തിൽ ഞാൻ അത് I want to കണ്ടതാണ്. tell all the parents here, ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും വിളിച്ചു show your പറയട്ടെ, children how you love the Lord. ദൈവത്തെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ Let your കാണിക്കുക. children know giving is not an option, it is an important thing. കൊടുക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല, അതൊരു പ്രാധാന്യമേറിയ വസ്തുതയാണെന്ന് അവർ കാണട്ടെ. If parents give, the kids will give. മാതാപിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും I'm കൊടുക്കും. so thankful and so appreciative of all these small kids here. ആമേൻ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. They work very small. Some of them are just, during the school days, they just go and work. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ചെറിയ ചെറിയ ജോലികളാണ് ചെയ്യുന്നത്. സ്കൂളിന്റെ ഇടയ്ക്ക് ചെറിയ പാർട്ട് ജോലികൾ ചെയ്യും. Some of the young adults that I really appreciate. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ചില യങ് അഡൾട്ട്സ് അവരെ ഞാൻ ഒരുപാട് They അഭിനന്ദിക്കുന്നു. go to work, whatever salary comes in, the first thing, tithe comes to the അവർ church. പോകുന്ന ഏത് ജോലിയുമായിക്കൊള്ളട്ടെ ചെറുതോ വലുതോ, പക്ഷേ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ആദ്യം അവർ ആ ദശാംശം I കൊടുക്കും. see cents. ആമേൻ. അത് അതിന്റെ കൃത്യമായ എമൗണ്ട് അനുസരിച്ച്. So appreciative. And how did that happen? ആമേൻ. എപ്രകാരമാണ് അത് സംഭവിച്ചത്? Parents tell them. മാതാപിതാക്കൾ അവരോട് പറഞ്ഞു. And that is so important. അത് വളരെ So പ്രാധാന്യമുള്ളതാണ്. parents, show them. ആമേൻ. മാതാപിതാക്കളെ നിങ്ങൾ അത് കാണിക്കുക. So this also happened before the Mosaic covenant. ഇത് മോശയുടെ കൽപ്പനകൾക്ക് മുമ്പാണ്. So when God showed these people without even law that God can bless them through the tithings. ആമേൻ. ദൈവം കാണിച്ചു കൊടുക്കുകയാണ് കൽപ്പനകൾക്ക് മുമ്പേ ഈ ദശാംശം കൊടുക്കുന്നതിൽ കൂടി അവർക്ക് അനുഗ്രഹം So ലഭിക്കും. when the real law came, അതുകൊണ്ട് യഥാർത്ഥമായ ഒരു കൽപ്പന വന്നപ്പോൾ, when Moses was framing the laws, മോശ കൽപ്പനകൾ രൂപീകരിച്ചപ്പോൾ God added this into the law so that nobody will forget it. ആമേൻ. ദൈവം മനഃപൂർവ്വമായി ഇത് നിയമത്തിൽ കൂട്ടിച്ചേർത്തു, കാരണം ആരും ഇത് പിന്നെ മറന്നു പോകരുത്. This was so important that it cannot be left out outside the law. So God said, I want to keep this inside the law. ദൈവം മനഃപൂർവ്വമായി തീരുമാനിച്ചു ഇത് പ്രമാണത്തിന്റെ വെളിയിലല്ല, ഇത് പ്രമാണത്തിൽ എഴുതി ചേർക്കേണ്ടത് So തന്നെയാണ്. for the first time God introduced laws and he said, okay, Leviticus 27:30, and all the tithe of the land is the Lord's, it is holy to the Lord. അതുകൊണ്ട് നിയമങ്ങൾ എഴുതിയപ്പോൾ ലേവ്യ പുസ്തകം 27:30 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ദേശത്തിന്റെ ദശാംശം അത് ദൈവത്തിനുള്ളതാണ്, അത് വിശുദ്ധമാണ്.
So when Israel, when they started tithing, ആമേൻ. ഇസ്രായേൽ ജനം അവര് ദശാംശം കൊടുത്തു തുടങ്ങിയപ്പോൾ they started giving first fruits, അവർ ആദ്യഫലം കൊടുക്കുവാൻ free ഇടയായി. will offerings, അവർ സ്വമേധദാനങ്ങൾ കൊടുത്തു. festival offerings, ഉത്സവങ്ങൾക്ക് വേണ്ടിയുള്ള offerings offering for കൊടുത്തു. worship, ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഇത് കൊടുത്തു. provision for Levites, ലേവ്യർക്ക് വേണ്ടിയുള്ള അവകാശം കൊടുത്തു. provision for the poor. ആമേൻ. ദരിദ്രർക്ക് വേണ്ടിയുള്ളതും അവർ കൊടുക്കുവാനിടയായി. Man, these many things. ഇത്രയും അവർ ചെയ്തു. പിരിവോട് പിരിവായി. It's collection after collection. പിരിവോട് പിരിവ്. It's collection after collection. I love this phrase. ആമേൻ. ഈ ഒരു phrase ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇസ്രായേൽ ഭയങ്കര പിരിവായിരുന്നല്ലോ. ആമേൻ. Within the community of Israel there was so many collections. So collections, right? And beside this, they used to give tithe. ആമേൻ. ഇതിൽ ഉപരിയായിട്ടാണ് അവർ ദശാംശവും കൊടുത്തത്. So even under old covenant, പഴയ ഉടമ്പടിക്ക് അടിസ്ഥാനത്തിൽ biblical generosity was broader than a single 10%. ഒരു ചെറിയ 10%-ത്തെക്കാട്ടിലും വലുതായിരുന്നു കൊടുക്കലിന്റെ അർത്ഥം നാം കാണുന്നത്. So far, are we okay? ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? Okay, take a deep breath. നല്ലോണം ഒന്ന് ശ്വാസമെടുത്ത്. Please take a deep breath. I know it's very hard to process. ആമേൻ. ഇത് വളരെ Take a deep ബുദ്ധിമുട്ടുള്ളതാണ്. breath. അതുകൊണ്ട് നല്ലോണം ഒരു ശ്വാസം എടുത്ത്. Leave it. Good? Okay. Let's go. Now let's move to New Testament. പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് What ചിന്തിക്കാം. Jesus said. എന്താണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്? Matthew 23:23, and often we take this. ആമേൻ. മത്തായിയുടെ സുവിശേഷം 23:23 എപ്പോഴും Jesus നാം was പറയുന്നത്. saying this to Pharisees. ഇത് പരീശന്മാരോട് പറയുന്നതാണ്. For you pay the tithe of mint and anise and cumin, and have neglected the weightier matters of the law, justice and mercy and faith. These you ought to have done without leaving the other undone. ഇത് മലയാളത്തിൽ വായിച്ചത്. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി ചതകുപ്പ്. എന്താ തുളസി ചതകുപ്പ്, ചതകുപ്പ്, ജീരകം, ഉപ്പ്, ജീരകം, ഇവയിൽ പതാരം കൊടുക്കുകയും ഇതിന്റെ ഒക്കെ ടൈത്ത് കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കൊടുക്കുന്ന ഒരു കാര്യം, കൊടുക്കാത്ത എന്തൊക്കെയാ? ന്യായം, കരുണ, വിശ്വസ്തത. കൊടുക്കാത്ത ഇത്, കൊടുക്കുന്ന അത്. ടൈത്ത് കറക്റ്റ് ടൈത്ത്. Amen. They give tithe to the cent. ഈ സാധനം കൊടുക്കത്തില്ല. But they don't give mercy just to offering. But what Jesus said. ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ഫലമുള്ളത് ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണം? അത് ചെയ്യുകയും ചെയ്യണം. ഇത് this is the New Testament, okay? ഇതാകുന്നു പുതിയ നിയമത്തിലെ. That means you should be tithing, തീർച്ചയായിട്ടും ദശാംശം കൊടുക്കണം. but should not ignore this. പക്ഷേ മറ്റു കാര്യം അത് തിരസ്കരിച്ചു കളയുവാനും പാടില്ല. Then there are some smarter people. ആമേൻ. നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അത് പുതിയ നിയമ സഭയോടല്ല പറഞ്ഞേ. Amen. That was not told to the New Testament church. അത് പരീശന്മാരോടാ പറഞ്ഞേ. That was told to the Pharisees. അവർ still Old Testament അല്ലേ? Amen. They are still in the Old Testament. അതെ. കറക്റ്റാ. It's true. ഈ പരീശന്മാരോടാ പറഞ്ഞത് അമ്മയപ്പനെ ബഹുമാനിക്കണം. Amen. To these same Pharisees it was said you need to obey your father and ഈ mother. പരീശന്മാരോട് തന്നെ പറഞ്ഞത് വ്യഭിചരിക്കല്ലേ. I mean to these Pharisees do not be adulterous. But New Testament church ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണോ? Which does it mean then the New Testament church can do all the other things? Nothing. Now always remember, in Old Testament and New Testament there are three ways to understand the law. Amen. നിയമങ്ങൾ ന്യായപ്രമാണങ്ങൾ മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മൂന്ന് രീതികളുണ്ട്. Many kids ask us, this is not written in New Testament, it's written in Old Testament. കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട് ഇത് പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ലല്ലോ പഴയ നിയമത്തിലല്ലയോ? Yeah, and that's right. അത് തീർച്ചയായിട്ടും ശരിയാണ്. I want to tell all the kids and youths, just remember three things. Amen. ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. There are all the Old Testament laws, either Lord has redefined it, പഴയ നിയമത്തിലുള്ള നിയമങ്ങളെല്ലാം ഉണ്ട്. ഒന്നുകിൽ കർത്താവായ യേശു ക്രിസ്തു അതിനെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. second, രണ്ടാമതായി he has changed it, രണ്ടാമതായി കർത്താവ് അതിനെ മാറ്റിയിട്ടുണ്ട്. third, he has left it as it is. ആമേൻ. മൂന്നാമതായി അത് എപ്രകാരമാണോ അപ്രകാരം തന്നെ അത് വിട്ടിട്ടുമുണ്ട്. Okay, what did I say? ഞാൻ എന്താണ് പറഞ്ഞത്? There are three things in New Testament with Old Testament
narratives. ആമേൻ. പഴയ നിയമത്തിലെ ആ ഓരോ ചരിത്രങ്ങൾ പുതിയ നിയമത്തിൽ 3 രീതിയിൽ നമുക്ക് കാണാം. Either Lord has redefined it. For example, do not murder in Old Testament. ആമേൻ. അതിന്റെ ഉദാഹരണമായി പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യരുത് എന്ന് നാം വായിക്കുന്നു. But in New Testament he said, don't even call your brother idiot. ആമേൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സഹോദരൻ നിസ്സാരായി കണക്കിടാ പോലും ചെയ്യരുതെന്ന് പറയുന്നു. നമ്മൾ എല്ലാ ദിവസവും പറയുന്നില്ല ഇത്. What we do എത്ര every day. മർഡർ ചെയ്തിട്ടാ ഇവിടെ വന്നേ? ഇന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. Okay. So he redefined. ഒന്നാമതായി കർത്താവ് അതിനെ ഒന്നുകൂടെ റീഡിഫൈൻ Okay. ചെയ്തിട്ടുണ്ട്. Another example. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ Lord said in Old Testament, do not commit adultery. പഴയ നിയമത്തിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് That പറയുന്നുണ്ട്. means physical relationship becomes adultery, then it is adultery. ആമേൻ. ശാരീരികമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അതൊരു വ്യഭിചാരമാകും എന്ന് നമുക്ക് In മനസ്സിലാവും. New Testament, Jesus redefined it. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതൊന്ന് എടുത്ത് വ്യത്യസ്ത രീതിയിൽ പറയുന്നുണ്ട്. If you look on a woman lustfully, you have already committed adultery. ആമേൻ. മോശമായി ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ വ്യഭിചരിച്ചു കഴിഞ്ഞു. നമ്മുടെ കാര്യം വല്ലതും പറയണോ ഇനി? Should we say anything about us? See the redefinition? അത് മനസ്സിലാവുന്നുണ്ടോ? Second, abandoning or changing. ആമേൻ. രണ്ടാമതായി അതിന് ഒരു മാറ്റവും ഇല്ലാതെ In പറഞ്ഞിട്ടുണ്ട്. Old Testament, there were priestly laws of sacrifices, offering sacrifices. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ പൗരോഹിത്യത്തിൽ അവർ യാഗം അർപ്പിക്കുമായിരുന്നു. In New Testament, പുതിയ നിയമത്തിൽ വരുമ്പോൾ Jesus said, no more sacrifice, I did all the sacrifices. ആമേൻ. ഇനി യാഗമൊന്നുമില്ല, ഞാൻ യാഗം അർപ്പിക്കുന്നു. In Old Testament, there was tabernacle worship. ആമേൻ. പഴയ നിയമത്തിൽ സമാഗമന കൂടാര ആരാധന They ഉണ്ടായിരുന്നു. cannot enter into the holy place and the most holy place. ആമേൻ. വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും നമുക്ക് കയറുവാൻ കഴിയുകയില്ല. Jesus abandoned it. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു അതിനെ He മാറ്റുവാനിടയായി. said, I am the holy place, I am the most holy place. You can come and worship Father through me. ആമേൻ. ഞാനാകുന്നു വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പിതാവിലൂടെ എന്നിൽ കൂടെ പിതാവിന്റെ അടുക്കൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. Any law that is not said in New Testament, which is connected to the Old Testament, that means it remains as it is. പഴയ നിയമത്തിലുള്ള ഏതൊരു നിയമവും അത് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നില്ലെങ്കിൽ അത് എപ്രകാരമാണോ പഴയ നിയമത്തിൽ അപ്രകാരം തന്നെയാണ്. Like, അതിനൊരു ഉദാഹരണം in പറഞ്ഞാൽ Old Testament it says, do not worship idols. ആമേൻ. പഴയ നിയമത്തിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്നുണ്ട്. New Testament there is no law like this. ആമേൻ. പുതിയ നിയമത്തിൽ നാം അതെങ്ങും കാണുന്നില്ല. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Come on, what does that mean? It stays. പുതിയ നിയമത്തിൽ അപ്രകാരം തന്നെയാണ്. In Old Testament it says, honor your father and mother. പഴയ നിയമത്തിൽ നാം കാണുന്നു അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. Here it's nothing special about it. ആമേൻ. ഈ പുതിയ നിയമത്തിൽ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? It stays as it is. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും. In Old Testament it says, do not tattoo. ആമേൻ. പഴയ നിയമത്തിൽ നിങ്ങൾ പച്ചകുത്താൻ പാടില്ല എന്ന് വായിക്കുന്നു. In New Testament it doesn't say anything. പുതിയ നിയമം അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? It stays as it is. അതുപോലെ തന്നെയാണ് ആ നിയമം. അവിടെ പ്രശ്നം. It stays as it is. അതുപോലെ തന്നെ അത് നിലനിൽക്കുന്നു. Anything that is not said in New Testament, that means God wants you to do as it is. പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം പഴയ നിയമത്തിൽ എപ്രകാരമാണോ അതുപോലെ തന്നെ ആചരിക്കുക. Jesus said, you do this and do not ignore the other one. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യണം മറ്റേത് തിരസ്കരിച്ചും കളയരുത്. So grace takes us beyond the minimum. ആമേൻ. നമ്മുടെ ഏറ്റവും മിനിമത്തിൽ നിന്നും അപ്പുറമായി കൃപ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. Everybody for tithing, remember this. ആമേൻ. ദശാംശത്തിൽ എല്ലാവരും ഇത് 4 ശ്രദ്ധിക്കേണ്ടതാണ്. principles of tithing or New Testament givings. ആമേൻ. പുതിയ നിയമ കൊടുക്കൽ അല്ലെങ്കിൽ ദശാംശത്തിന് 4 തത്വങ്ങൾ. In New Testament it is, you are not limiting yourself with 10%. പുതിയ നിയമത്തിൽ 10% നമ്മളെ തന്നെ ഒതുക്കുകയല്ല. We are not law based, ആമേൻ. ആ ഒരു നിയമപ്രകാരമല്ല. but it is much more than what is in law. ആമേൻ. നിയമത്തിനും അപ്പുറമായിട്ടാണ്. Number 1, okay, 4 principles. Principle number 1, 4 തത്വങ്ങൾ അതിൽ 1. 1 Corinthians 16:2. 1 കൊരിന്ത്യർ ലേഖനം 16:2. Bring that in Malayalam also. On the first, come on, let's read in English. On the first day of the week, let each one of you lay something aside, storing up as he may prosper. That means every time you come, first week of the week, what do you mean by that? ആമേൻ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Okay, Sunday whenever you come, ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ keep something aside ആമേൻ കുറച്ച് മാറ്റിവെക്കുക. to give to the Lord. അത് ദൈവത്തിന് What is in കൊടുക്കുവാൻ Malayalam? വേണ്ടിയാണ്. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക്
കഴിവുള്ളത് ചരുതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. Okay, that means giving is a regular thing. ആമേൻ. അതിന്റെ അർത്ഥം കൊടുക്കുന്നത് അത് റെഗുലർ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. Pastor, oh, January I gave, huh? ഞാൻ ജനുവരിയിൽ അത് ചെയ്തു. Man, you should have reminded me. It's December already. ആമേൻ. ഡിസംബർ ആവാറായി, ഒന്ന് ഓർമ്മിപ്പിക്കണ്ടായിരുന്നു. Oh, January ഇട്ടിട്ട് പിന്നെ മറന്നു പോയിട്ടുണ്ട്. ആമേൻ. After giving in January, then you have Earlier it used to be every week. Now at least we have monthly salary or bi-weekly salary. Remember, every time you receive, your givings belongs to the Lord. മുമ്പ് ആഴ്ച തോറുമായിരുന്നു, ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം തോറും. പക്ഷെ ലഭിക്കുമ്പോൾ അത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മാറ്റി വെക്കുക. കാൽവറിയിൽ ഇപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇടിഞ്ഞ് താഴെ വീഴാൻ പോകുന്നില്ല. I mean, even if I don't give anything to Calvary, ഇഷ്ടംപോലെ Calvary is not going to ആൾക്കാരുണ്ട് be destroyed. കൊടുക്കുന്നത്. There are many who will give. That's not the mentality. അപ്രകാരമല്ല നമ്മുടെ When we മനോഭാവമായിരിക്കുന്നത്. come to the Lord, നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ every time regularly. ആമേൻ, ഓരോ പ്രാവശ്യം അത് You റെഗുലർ. don't need treasurer's note. Hey, by the way, you forgot to tithe. ആമേൻ. ട്രഷർ നോട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. No, let's give unto the Lord regularly. ആമേൻ. റെഗുലർ ആയിട്ട് ദൈവത്തിന് നമുക്ക് കൊടുക്കാം. Second, രണ്ടാമത്തെ തത്വം, sacrificial giving. ആമേൻ, അതൊരു യാഗമായുള്ള 2 Corinthians 8:2 and 3. Let's read together. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Their deep poverty abound in the riches of their liberality according to their ability, yes, and beyond their ability they were freely willing to give. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? See, in America we are so blessed. ആമേൻ. അമേരിക്കയിൽ നാം ഒരുപാട് അനുഗ്രഹപ്പെട്ടവരാണ്. We have 501c's. നമുക്ക് 501c ഉണ്ട്. Our church is a 501c church. ചർച്ചിന് ഒരു 501c ഉണ്ട്. Whenever we give, നാം എപ്പോഴൊക്കെ കൊടുക്കുന്നു we get a tax receipt. നമുക്കൊരു ടാക്സ് റെസിപ്റ്റ് കിട്ടാറുണ്ട്. I praise God for that. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Every, it's take the benefit. ആമേൻ. അതിന്റെ ആ ബെനിഫിറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക. But let me tell you this. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. If you give only to receive a tax benefit, ഒരു ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ that is not Christian giving. അത് ക്രിസ്തീയ കൊടുക്കലല്ല. You get a tax benefit, that's different. അത് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നു, അത് But the വ്യത്യസ്തമാണ്. motivation should not be tax benefit. അത് കൊടുക്കുവാനുള്ള ആഗ്രഹം ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നതുകൊണ്ടല്ല, It should be sacrificial. അത് യാഗമർപ്പണമായിരിക്കണം. I give money because I have to get the tax benefit. ഞാൻ പൈസ കൊടുക്കുന്നത് എനിക്ക് ആ ബെനിഫിറ്റ് ലഭിക്കുവാൻ വേണ്ടിയാണ്. Either way I have to give tax. അവൻ എന്തായാലും ഞാൻ ടാക്സ് കൊടുക്കണം. Either there or this. അവൻ അവിടെ അല്ലെങ്കിൽ ഇവിടെ. Hello. It's normal thing. അവൻ ഇത് സാധാരണമായ. You are sitting as if you don't know. നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെ You all do this. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. Yeah, either way you have to pay. അവൻ എന്തായാലും ഇത് കൊടുക്കണം. We pay there or we pay here. അവൻ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണം. That is not sacrificial. അത് ഒരിക്കലും ഒരു യാഗാർപ്പണമല്ല. It's not sacrificial because either way you have to pay. അവൻ എന്തായാലും കൊടുക്കണം. Sacrificial is when it really comes out of your pocket. അവൻ യഥാർത്ഥമായ യാഗമാകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അത് വരുമ്പോഴാണ്. When it bleeds your wallet. അവൻ നമ്മുടെ വാലറ്റ് അത് ഞെരുക്കത്തിൽ കൂടി വരുമ്പോൾ. Even when you are going through that limitations. അവൻ നമ്മുടെ പരിമിതികളിൽ കൂടി നാം കടന്നു പോകുമ്പോഴും. Hello? Amen. Are you with me? Take a long deep breath. നല്ലോണം ഒന്ന് ശ്വാസം എടുത്തേ. Okay. So, giving regularly, giving sacrificially. തുടർമാനമായി കൊടുക്കുക, യാഗമർപ്പണമായി കൊടുക്കുക. And remember one thing. ഒരു കാര്യം ഓർക്കുക. Where you are giving, that is also one important thing. നാം എവിടാണ് കൊടുക്കുന്നത് അതും പ്രാധാന്യമുള്ളതാണ്. You give where you gather. നാം എവിടെ കൂടി വരുന്നോ അവിടെ കൊടുക്കും. You don't give where you don't gather. നാം എവിടെ കൂടി വരുന്നില്ല അവിടെ അല്ല കൊടുക്കുന്നത്. You can give charity. നമുക്ക് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാം. But the giving to the Lord comes to the place where you gather. പക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നാം എവിടെ കൂടി വരുന്നോ അവിടെ കൊടുക്കണം. Friends, it's my responsibility to teach you the truth. ആമേൻ. ഈ സത്യം നിങ്ങളെ ഉപദേശിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. Without any manipulation, I am preaching the truth. ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ ഈ സത്യം നിങ്ങളെ കൈമാറുകയാണ്. Second, രണ്ടാമതായി, third thing, how you give. ആമേൻ. മൂന്നാമതായി എപ്രകാരം നാം കൊടുക്കണം. 2 Corinthians 8:5 first gave themselves to the Lord. First we surrender ourselves, then we surrender our money. 2 കൊരിന്ത്യർ 8:5 നാം വായിക്കുന്നു, അവർ ആദ്യം അവരെ തന്നെ സമർപ്പിക്കുവാനിടയായി. നാം ആദ്യം നമ്മെ തന്നെ സമർപ്പിക്കണം, എന്നിട്ട് നമ്മുടെ ധനം സമർപ്പിക്കും. Give. When you give, you love the church and that's why you give. നാം സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സഭയ്ക്ക് നാം കൊടുക്കുന്നത്. And the fourth principle is, ആമേൻ. നാലാമത്തെ തത്വം, give cheerfully. സന്തോഷത്തോട് കൂടി 2 Corinthians 9:7. ആമേൻ. 2 കൊരിന്ത്യർ 9:7 Not grudgingly. പ്രയാസത്തോടെയും ദേഷ്യത്തോടെയും അല്ല. ഒരു മണി എന്തോ സാലറി വന്നു 1-ാം തീയതി ആയി. Salary came its first. ഈ ടൈത്ത് കൊടുക്കുന്ന കാര്യം ഇച്ച കഷ്ടാന്നേ. I mean, giving tithe, it's a little bit tough thing. സാലറി വരുമ്പോൾ തന്നെ ആദ്യം ടൈത്തിലോട്ടാ പോകുന്നത്.
അല്ലെങ്കിൽ ഗിവിങ്സിലോട്ടാ പോകുന്നത്. ടൈത്ത് ഞാൻ പറയുന്നില്ല, ഗിവിങ്സിന് പറയാം. When salary comes, the first thing it goes is for the givings. Give with a cheerful heart. സന്തോഷമുള്ള ഹൃദയത്തോടുകൂടെ കൊടുപ്പീൻ. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Thank you God for giving me the strength. ആമേൻ. എനിക്ക് ശക്തി നൽകുന്നതിന് നന്ദി കർത്താവേ. Everything that belongs to me belongs to you. എനിക്കുള്ള സകലതും അങ്ങേക്കുള്ളതാണ്. Everything belongs to you. സകലതും അങ്ങേക്കുള്ളതാണ്. 100% belongs to you. 100% അങ്ങേക്കുള്ളതാണ്. But I am so thankful. I want to give to the Lord. ആമേൻ. ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് കൊടുക്കുകയാണ്. Because he is worthy. കാരണം അത് ലഭിക്കുവാൻ അർഹനായ ദൈവമാണ്. Okay, then the question that we should ask is this. ആമേൻ. ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. Instead of asking, ആമേൻ, ഇപ്രകാരം ചോദിക്കരുത്. what is the minimum I should give? ഞാൻ കൊടുക്കേണ്ട ഏറ്റവും കുറവ് എത്രയാണ്? Pastor, what is the minimum I should give? ഞാൻ കൊടുക്കേണ്ട ഏറ്റവും മിനിമം എന്താണ്? Gross ആണോ നെറ്റ് ആണോ എന്തുവാ? Sir, is it gross or net? It's a serious question. Gross, should I pay from gross or net? ആമേൻ. ഗ്രോസ് എമൗണ്ട് ആണോ നെറ്റ് എമൗണ്ട് ആണോ? ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. You ask this. നിങ്ങൾ ഇപ്രകാരം നിങ്ങളോട് തന്നെ What ചോദിക്കുക. kind of generosity reflects the grace I have received? ഞാൻ ലഭിച്ച കൃപ എത്ര വെളിപ്പെടുന്നത് എത്രത്തോളമാണ്? How much grace I received? ഞാൻ എത്രത്തോളം കൃപ ലഭിച്ചിട്ടുണ്ട്? Reflect that grace in your giving. നമ്മുടെ കൊടുക്കലിലും ആ ഒരു കൃപ വെളിപ്പെടും. That means your tithe can be meaningful biblical starting point, but it should never become the ceiling of Christian generosity. ആമേൻ. നമ്മുടെ കൊടുക്കലുകൾ അത് അർത്ഥവത്തായിരിക്കും, പക്ഷേ അത് ഒരിക്കലും നമ്മുടെ കൊടുക്കലിന് ഒരു സീലിംഗ് ആക്കരുത്, ഒരു മറവാകരുത്. Okay, so when we talk about this, the next thing, the third point, and I want to go a little fast here. I'm already -2. Okay. Let me go a little fast. Christian giving is worship, not merely a charity. ക്രിസ്തീയ കൊടുക്കൽ അതൊരു ആരാധനയാണ്, അതൊരു സംഭാവനയല്ല. We practice charity. നാം സംഭാവനയെല്ലാം ചെയ്യാറുണ്ട്. We all need to practice charity. നാം എല്ലാവരും പ്രകാരം സംഭാവനയൊക്കെ ചെയ്യേണ്ടതാണ്. Charity is not Christian giving. പക്ഷേ ആ സംഭാവനയല്ല ക്രിസ്ത്യൻ ഗിവിംഗ് It's എന്ന് two പറയുന്നത്. different things. Tithing is not charity. ദശാംശമല്ല സംഭാവന. Proverbs 19:17, he who has pity on poor lends to the Lord. If you really have compassion on poor, you will give to them. ദരിദ്രരോട് നിങ്ങൾക്ക് സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കും. James 1:27 says that pure and undefiled religion it is to visit orphans and widows. ആമേൻ. യാക്കോബ് 1:27 അപ്രകാരം നാം കാണുന്നുണ്ട്. So how is the difference between charity and Christian giving? സംഭാവനയും ക്രിസ്തീയ Listen this കൊടുക്കലും very തമ്മിലുള്ള carefully. വ്യത്യാസം Please എന്താണ്? listen this very carefully. ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കേൾക്കുക. Okay, charity begins with a human need. ഒരു മാനുഷിക ആവശ്യത്തിലാണ് സംഭാവന അല്ലെങ്കിൽ ചാരിറ്റി ആരംഭിക്കുന്നത്. I want to give to the church, എനിക്ക് സഭയ്ക്ക് വേണ്ടി കൊടുക്കണം. but I want to give to that poor man. ആമേൻ. ആ ഒരു ആവശ്യത്തിലിരിക്കുന്ന ആ പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കണം. പാവപ്പെട്ടവന് കൊടുക്കണം. ആമേൻ. I want to give it to a poor person. That is not Christian giving, it is charity giving, because you decide whom to give. That is, you are not deciding because you are not deciding the Lord's worthiness. You are deciding, I want to give him because he is poor. ആമേൻ. അതും ക്രിസ്തീയ കൊടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത് ഇന്ന വ്യക്തിക്ക് അത് കൊടുക്കണമെന്ന്. That is charity. അത് സംഭാവന, ചാരിറ്റി എന്ന് നമ്മൾ വിളിക്കും. But what is Christian giving? പക്ഷേ എന്താണ് ക്രിസ്തീയ? Worshipful giving. ആമേൻ. അത് ആരാധനയോടെ കൊടുക്കുക. How can I honor God with what he has entrusted me? എന്നിൽ കൈവശം നൽകി തന്നിട്ടുള്ളത് എപ്രകാരം എനിക്ക് പൂർണ്ണമായി ആരാധനയോടെ ദൈവത്തിന് മഹത്വത്തോടെ കൊടുക്കുവാൻ കഴിയും. So we are not just merely responding to the need. ആമേൻ. നാം ആവശ്യത്തിന് നാം പ്രതികരിക്കുക മാത്രമല്ല. No, Philippians 4:17 and 18 says, ഫിലിപ്പിയർക്ക് ലേഖനം 4:17-18 വായിക്കുന്നു. not that I seek, Paul is saying, I'm not seeking the gift. ഞാൻ കൃപാവരങ്ങൾ No, gift offering. ഞാൻ ഓഫറിംഗ് അന്വേഷിക്കുകയല്ല. But I seek the fruit that abounds to your account. പക്ഷേ ഞാൻ നിങ്ങളുടെ ഫലമാണ് നോക്കുന്നത്. I am not seeking your money, ആമേൻ. നിങ്ങളുടെ ധനമല്ല നോക്കുന്നത്. but I want to seek the fruit that comes to you. പക്ഷേ നിങ്ങൾ വരുന്ന ഫലമാണ് ഞാൻ നോക്കുന്നത്. A sweet smelling aroma. അത് സൗരഭ്യവാസനയായിരിക്കും. Acceptable sacrifice. അത് ദൈവത്തിന് പ്രസാദകരമായ Well യാഗമായിരിക്കും. pleasing to God. ദൈവത്തിന് പ്രസാദകരമായിരിക്കും. See, Philippians, when Paul was in jail, actually, പൗലോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ Philippians, they collected some money. ഫിലിപ്പിയർ അവർ കുറച്ച് ധനം ശേഖരിക്കുവാനിടയായി. And they gave to Epaphroditus. എന്നിട്ട് അവർ എപ്പഫ്രൊഡൈറ്റസിന്റെ കൈ കൊടുത്തു. Epaphroditus gave to Paul. എപ്പഫ്രൊഡൈറ്റസ് പൗലോസിന് കൊടുത്തു. But Paul received it. പൗലോസ് അത് സ്വീകരിച്ച് That became a worship with God.
അത് ദൈവത്തോടുള്ള ഒരു ആരാധനയായി and sweet smelling aroma. അതൊരു സൗരഭ്യ വാസനയാകുവാനിടയായി. Lord was pleased. അതിൽ ദൈവം So പ്രസാദിക്കുവാനിടയായി. friends, when our givings become meaningful, നമ്മുടെ കൊടുക്കൽ അത് അർത്ഥവത്താകുമ്പോൾ it is acceptable to the Lord. അത് ദൈവത്തിന് പ്രസാദകരമാകുവാനിടയായി. So if we give to church because the church is poor, ആമേൻ, സഭ ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ടാണ് നാം കൊടുക്കുന്നത്. everybody who would like to tithe anywhere else, ആമേൻ, മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ദശാംശം കൊടുക്കുവാൻ because ആഗ്രഹമുള്ളവരാണെങ്കിൽ, if you feel like, man, Calvary doesn't need it, കാൽവറിക്ക് അത് ആവശ്യമില്ല. well, what happens when church becomes financially? So we are giving to church because church is poor. ആമേൻ, നാം സഭയ്ക്ക് കൊടുക്കുന്നത് കാരണം സഭയ്ക്ക് അതിന്റെ You're ആവശ്യമുള്ളതുകൊണ്ട്. giving to a pastor because the pastor is poor. ആമേൻ, നാം ഒരു പാസ്റ്റർക്ക് കൊടുക്കുന്നത് കാരണം ആ പാസ്റ്റർ ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ടാണ്. That is charity. അത് വെറും സംഭാവന, ചാരിറ്റിയാണ്. What happens if pastor just blesses that pastor? ആമേൻ, God blesses the pastor. ദൈവം ആ ഒരു ദൈവദാസനെ അനുഗ്രഹിക്കുമ്പോൾ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? You will stop giving? നിങ്ങൾ കൊടുക്കുന്നത് നിർത്തുമോ? What happens when church blesses, God blesses the church? ദൈവം സഭയെ അനുഗ്രഹിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? Will you stop giving? പിന്നെ കൊടുക്കുന്നത് നിർത്തുമോ? Think about it. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. The fourth one, the most important one. നാലാമത്തേതായി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. Honor and support those who labor in spiritual ministry. ആമേൻ, ആത്മീക ശുശ്രൂഷയിൽ അധ്വാനിക്കുന്നവരെ നിങ്ങൾ മാനിക്കുക. You do this. ഇത് നിങ്ങൾ ചെയ്യാറുണ്ട്. I know, but I just have to say in general. പക്ഷേ ഇത് പൊതുവെ പറയേണ്ടത് ആവശ്യമാണ്. God establishes shepherds. അവൻ ദൈവം ഇടയന്മാരെ ആക്കിയിട്ടുണ്ട്. Why you have pastors? എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ദൈവദാസന്മാർ? What are the work of pastors? ഒരു ദൈവദാസന്റെ ജോലി എന്താണ്? Pastor feeds the sheep, ആമേൻ, ആ ഒരു ആടുകളെ മേയ്ക്കും, teach the scriptures, വചനം പഠിപ്പിക്കും, pray, പ്രാർത്ഥിക്കും, counsel, കൗൺസിൽ ചെയ്യും, correct, അവരെ ശിക്ഷണത്തിൽ നടത്തും, protect, അവരെ സംരക്ഷിക്കും, visit ചെയ്യും, carry spiritual burdens, ആത്മീയ ഭാരം ചുമക്കും, equip believers, വിശ്വാസികളെ അവരെ ശ്രദ്ധരാക്കും, watch over the souls. അവരുടെ ആത്മാവിന് വേണ്ടി ജാഗരിക്കും. The labor is spiritual. ആമേൻ, ആ ഒരു അവർ ചെയ്യുന്ന പ്രവൃത്തി ആത്മീയമാണ്. It's fully spiritual. അത് പൂർണ്ണമായി ആത്മീയ But scripture പ്രവൃത്തിയാണ്. says spiritual labor should also receive tangible honor. പക്ഷേ ആത്മീയ ആ ഒരു ലേബറിനും വചനം പറയുന്നു അവർക്കും അതിന്റെ ആയിട്ടുള്ള ബഹുമാനം 1 Thessalonians 5:12. 1 തെസ്സലോനിയ 5:12 നാം വായിക്കുന്നു. Okay, let's read together. ചേർന്ന് നമുക്ക് വായിക്കാം. Come on, can we all read? If you really love this word, read Sure, lovely. We urge you, brethren, to recognize those who labor among you and are over you in the Lord, admonishes you, and to esteem them very highly in love for their work's sake. There are pastors who don't work. ആമേൻ, ഒരു ജോലിയും ചെയ്യാത്ത പാസ്റ്റർമാരുണ്ട്. Yeah, they will sleep the whole week. അവരൊരാഴ്ച മുഴുവൻ കിടന്നുറങ്ങും. And then Sunday they will come with a Vanaka Prasangam. സൺഡേ അവരെ ഒരു എവിടെ നോക്കിയിട്ട് പ്രസംഗം കൊണ്ടുവരും. Yeah, I know. But there are pastors who labors. പക്ഷേ യഥാർത്ഥമായി അധ്വാനിക്കുന്ന പാസ്റ്റർമാരുണ്ട്. Day and night they labors. രാത്രിയും പകലും അവർ അധ്വാനിക്കും. Bible says honor them. വചനം പറയുന്നു അവരെ ആദരിക്കുക. And honor them well. ആമേൻ, നന്നായി ആദരിക്കുക. Okay, let's read this. 1 Timothy 5:17 and 18. 1 തിമോഥെയോസ് 5:17-18 നമുക്കൊന്ന് Come on, വായിക്കാം. let's read it together. Chalo, Let the elders who rule means who minister, who serve, who rule well, will be counted for worthy of, what is that? Worthy of double honor. What does that mean? എന്താണ് ഈ What is double honor? ഇരട്ടി മാന്യം എന്ന് പറയുന്നത് എന്താണ്? വാക്കും കൊണ്ടാ പാസ്റ്ററേ ഭയങ്കര സംഭവം പാസ്റ്റർ അത് ചെയ്തു വാക്കും കൊണ്ട് സൂചിപ്പിക്കുക മാത്രമല്ലെന്ന്. If you pamper them just with words, അങ്ങനെ സൂചിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. there are many. വാക്കും കൊണ്ട് ഭയങ്കര സൂചിപ്പിക്കുക. They say a lot of good words and pamper them up. എന്നാ അർത്ഥ കൈക്ക് അപ്പൊ ഈ സുഹിപ്പീരൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യമായി ചെയ്യണം എന്നാ പറഞ്ഞത്. Amen. It says that ഇനി നിങ്ങൾ അത് എനിക്ക് വേണ്ടി അങ്ങ് എടുക്കുവാണെങ്കിൽ അങ്ങ് എടുത്ത് ഒരു കുഴപ്പമില്ല. ബട്ട് ദിസ് ഈസ് ഫോർ ചർച്ച്. Amen. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇരട്ടി ഡബിൾ ഓണർ. ഇരട്ടി മാന്യത. Because they work, they labor. കാരണം അവർ അധ്വാനിച്ചു. Day and night. How do you know that they don't sleep? രാവും പകലും അവർ ഉറക്കം പോലും മാറ്റിവെച്ചു. Double honor. ഇരട്ടി മാന്യത. And then, especially those who labor in the, what is that? Labor in the? ഒന്ന് ഉറക്കെ പറ സഹോദരിമാരെ. Word. Okay.
Then, and doctrine. Who teach the word, who teach the doctrine especially. ആമേൻ. പ്രത്യേകിച്ച് വചനത്തിലും ഉപദേശത്തിലും അവർ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ. What does that mean? For the scripture says, you shall not muzzle an ox while it treads out the grain. അതെന്തോ മലയാളത്തിൽ മെതിക്കുന്ന കാളയ്ക്ക്. മുഖക്കൊട്ട കെട്ടരുത്. Kids doesn't know about this. I will tell you what is that. എന്താണെന്ന് വിശദീകരിക്കാം. In ancient times, oxes used to grind. പണ്ട് കാളകളാണ് ഇത് മെതിക്കുന്നത്. They will grind grains. Amen. They will run around this grinder, and that's how the grain used to grind. ആമേൻ. അവർ നെല്ലിന്റെ മണ്ടയ്ക്ക് ഈ കാളകൾ നടക്കുമ്പോൾ അത് അപ്രകാരമാണ് അതിനെ മെതിച്ച് അതിനെ ഗ്രൈൻഡ് See, ചെയ്യുന്നത്. since they are grinding, they might eat something out of it. ആമേൻ. അവരത് മെതിക്കുമ്പോൾ അതിൽ നിന്ന് ചിലത് അവർ കഴിച്ചെന്നും ഇരിക്കും. Yeah, because they are grinding. Day and night they are grinding. ആമേൻ. രാവും പകലും അവരെ അത് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. If you don't know, it's like two heavy stones, ആമേൻ. രണ്ട് ഭാരമേറിയ കല്ല്. and the grains are in middle of the stone. ആമേൻ. ആ ഗ്രെയിൻസ് അതിന്റെ നടുക്കാണ്. And these oxes are like strong oxes. ആമേൻ. നല്ല ബലമുള്ള ഈ From കാളകളാണ്. morning till evening, they are just moving that stone because no human being can move the stone. So they have to move the stone. രാവും പകലും അവർ ആ കല്ല് അതിൽ ഉരുട്ടുകയാണ്, And as മെതിക്കുകയാണ്. the stone moves, ആമേൻ. ആ കല്ല് ചലിക്കുമ്പോൾ the grains are grinded. അതിന്റെ അടിയിൽ ആ ഗ്രെയിൻസ് അത് It's മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. grinded. ആമേൻ. അത് ഗ്രൈൻഡ് ആകുകയാണ്. Sometimes this ox will come because it's hungry. They might eat ആമേൻ. അത് മെതിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കാളകൾ വിശന്നുകൊണ്ട് അതിൽ നിന്ന് ചിലത് കഴിച്ചെന്നും വരും. because they are tied to it. കാരണം അവരതിൽ ബന്ധിച്ചിരിക്കുകയാണ്. They cannot do anything else. അവർക്ക് മറ്റൊന്നും ചെയ്യുവാൻ They are കഴിയില്ല. tied to this. അവർ ഇതിനുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. They cannot go out and do other things. അവർക്ക് ഇറങ്ങി വേറെ എങ്ങും പോകാൻ കഴിയില്ല. They cannot do Ubering. അവർക്ക് ഊബർ ചെയ്യുവാൻ കഴിയില്ല. They are tied to this. അവർ ഇതുമായിട്ട് Day ബന്ധിച്ചിരിക്കുകയാണ്. and night they have to run. രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കേണ്ടതാണ്. They have to eat from there. അവർ അവിടുന്നാണ് ഭക്ഷിക്കുന്നത്. Don't cover their mouth. അവരുടെ Don't muzzle their mouth അവരുടെ വായ് മൂടി വെക്കരുത്. because they may be hungry. അവർ They വിശന്നിരിക്കുകയായിരിക്കും. also have needs. അവർക്കും ആവശ്യങ്ങളുണ്ട്. They also have families. അവർക്കും കുടുംബമുണ്ട്. When you bring $10,000, $15,000 at home, when two of you work, think about how a man of God survives. ആമേൻ. നിങ്ങൾ 10,000 15,000 നിങ്ങൾ ഭവനത്തിൽ രണ്ടുപേര് ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ദൈവദാസൻ എപ്രകാരം കഴിഞ്ഞുകൂടുന്നത് ചിന്തിക്കുക. Do not muzzle. അവൻ ഒരിക്കലും മുഖക്കട്ട കെട്ടരുത്. A laborer is worthy of his wages. ആമേൻ. What does that mean? വേലക്കാരൻ കൂലിക്ക് യോഗ്യനത്രേ. I often get offers from churches. ആമേൻ. ഞാൻ പല ചർച്ചിൽ നിന്നും ഓഫറുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. Last week also somebody called me. കഴിഞ്ഞ ആഴ്ചയും ഒരു ആൾ എന്നെ വിളിച്ചു. Pastor, we are looking for a pastoral change. ആമേൻ. ഞങ്ങൾ ഒരു വേറെ പാസ്റ്റർ Okay, what are the qualifications? ആമേൻ. ഞാൻ ചോദിച്ചത് എന്താണ് ക്വാളിഫിക്കേഷൻസ്? PhD minimum. ആമേൻ. മിനിമം PhD വേണം. Second qualification. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ Should look smart. ആമേൻ. കാണാൻ കൊള്ളാം. Not more than 2 children. രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പറ്റില്ല. Yes. Then what? You should be good preacher. നല്ലോണം പ്രസംഗിക്കാൻ അറിയണം. You should know English, Hindi, Malayalam, if possible Telugu and Tamil also. ആമേൻ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പറ്റുമെങ്കിൽ തെലുങ്കും തമിഴും അറിയണം. We need all these qualifications. ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ആവശ്യമാണ്. I said, okay. ഞാൻ പറഞ്ഞു ഓക്കെ. Then what? പിന്നെ No. ഞാൻ ചോദിച്ചു, You come. ഞാൻ പറഞ്ഞു വരിക. And then what? എന്നിട്ട് ഞാൻ ചോദിച്ചു പിന്നെന്താണ്? Is there any other package? ആമേൻ. ഇതിൽ പാക്കേജ് എന്തെങ്കിലും ഉണ്ടോ? By faith അല്ലേ? അത് വിശ്വാസത്താൽ. Pastor ജോലി ചെയ്തോണം by faith. ആമേൻ. Pastor should work by faith. But qualification normal top level qualification. But they require the top level qualification. Top notch. ആമേൻ. They need a top person. You should be a great leader, ആമേൻ. നല്ലൊരു നേതാവായിരിക്കണം. good communicator, നല്ലോണം സംസാരിക്കാൻ അറിയണം. know to administrate, ആമേൻ. എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ great to preach and teach. പ്രസംഗിക്കാനും പഠിപ്പിക്കാനും അറിഞ്ഞിരിക്കണം. What about the package? പക്ഷെ പാക്കേജ് എന്താ? That you should not ask. അതൊരിക്കലും ചോദിക്കാൻ പാടില്ല. How about you when you join a job? ആമേൻ. നിങ്ങൾ ഒരു ജോലി ചേരുമ്പോൾ എപ്രകാരമാണ്? Do you ask package? നിങ്ങൾ ചോദിക്കാറില്ലയോ? Do you ask offers? നിങ്ങൾ ഇതിന്റെ ഓഫർ Do ചോദിക്കാറില്ലയോ? you wait for the offer letter? ആ ഓഫർ ലെറ്റർ വേണ്ടി നിങ്ങൾ കാത്തിരിക്കാറില്ലയോ? Pastoral job is the only one that doesn't wait for job offers. പാസ്റ്ററൽ ജോലി മാത്രമേ ഉള്ളൂ ഇപ്രകാരം ഓഫർ ലെറ്റർ കാത്തിരിക്കാത്തത്. In last 17 years, കഴിഞ്ഞ 17 വർഷം I have never been a part of any council that decides my salary. ആമേൻ. എന്റെ ശമ്പളം തീരുമാനിക്കുന്ന ഒരു കൗൺസിലിലും ഞാൻ ആയിട്ടില്ല. When the time comes for salary, they all are the part of council. I've never been a part of council. ആമേൻ. ശമ്പളം തീരുമാനിക്കാൻ സമയമാവുമ്പോൾ ഞാൻ ഒരിക്കലും ആ കൗൺസിൽ ഭാഗമല്ല. Council decides. അത് കൗൺസിലാണ് I've given തീരുമാനിക്കുന്നത്. them the liberty. അതിനുവേണ്ടിയുള്ള ഒരു അധികാരം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. Rest every penny that goes on, I know. ആമേൻ. മറ്റേ ഓരോ ചെലവിടുന്നതും അതിന്റെ വ്യക്തമായ കണക്കെനിക്കുണ്ട്. My salary, I don't decide. പക്ഷേ എന്റെ ശമ്പളം ഞാൻ But I തീരുമാനിക്കാറില്ല. thank God for a great council that we have in നല്ലൊരു church കൗൺസിൽ സഭയ്ക്കുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ that മഹത്വപ്പെടുത്തുന്നു. knows the needs of the pastors and they do it well. ദൈവദാസന്റെ
തന്റെ ആവശ്യം അറിഞ്ഞ് നന്നായി ചെയ്യുന്ന ഒരു കൗൺസിൽ ഓർത്ത് ഞാൻ ദൈവത്തെ That's സ്തുതിക്കുന്നു. double honor. ആമേൻ. അവർക്ക് ഇരട്ടി മാന്യതയാണ്. And the last one. അവസാനമായി Gospel transformation. Gospel transform us to generous worshippers. ആമേൻ. ഈ സുവിശേഷം നമ്മളെ നന്നായി കൊടുക്കുവാനും ആരാധിക്കുവാനും വേണ്ടി രൂപീകരിക്കുന്നു. Because we give, നാം കൊടുക്കുന്നതുകൊണ്ട് gospel advances. ആ സുവിശേഷത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. Do you know that how many missions we help? നമുക്ക് എത്ര മിഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? We have North Indian missions, നോർത്ത് ഇന്ത്യ മിഷൻ ഉണ്ട്, Central West, സെൻട്രൽ Central വെസ്റ്റ് ഉണ്ട്, East, ഈസ്റ്റ് ഉണ്ട്, Bangalore, ബാംഗ്ലൂർ ഉണ്ട്, Kerala, കേരള ഉണ്ട്, Nepal, നേപ്പാൾ ഉണ്ട്, VBS ministries, VBS സപ്പോർട്ട് ചെയ്യുന്നു, North Indian ministries. പല നോർത്ത് ഇന്ത്യ മിഷൻ. How can we do this? നമുക്ക് എപ്രകാരം ഇതെല്ലാം ചെയ്യുവാൻ കഴിയും? Because you give. കാരണം നിങ്ങൾ കൊടുക്കുന്നതിൽ കൂടിയാണ്. Friends, can I ask you? പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്കൊന്ന് I took a ആഹ്വാനിച്ചു. little extra time ആമേൻ. നിങ്ങൾക്ക് അല്പ സമയം ഞാൻ because I don't എടുത്തിട്ടുണ്ട്. want to speak it every time. കാരണം ഇത് എപ്പോഴും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. But I want to say this. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Can we be committed to be a worshipper with true givings? ആമേൻ. യഥാർത്ഥമായി കൊടുത്തുകൊണ്ട് ഒരു നല്ല ആരാധകരാകുവാൻ നമുക്ക് താല്പര്യമുണ്ട്. Nobody is going to monitor you. ആരും നമ്മളെ ഒന്ന് മോണിറ്റർ ചെയ്യാനൊന്നും വരുന്നില്ല. But that 4 principle. പക്ഷെ ആ 4 തത്വങ്ങൾ, Let's be regular. കൊടുക്കുന്നതിൽ റെഗുലർ ആയിരിക്കാം, Let's be sacrificial. അത് യാഗാർപ്പണമായിരിക്കാം, Let's be cheerful. അത് സന്തോഷത്തോടെ ആയിരിക്കാം, And let's be surrendering. അത് കീഴ്പ്പെടുത്തലോടെ ആയിരിക്കാം. If Lord is speaking to our hearts. ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തോട് I'm സംസാരിക്കുന്നുണ്ട്. not saying give. Do not give to get honor. ആമേൻ. ആ ബഹുമാനം ലഭിക്കുവാൻ വേണ്ടി ഒരിക്കലും Do കൊടുക്കരുത്. not give under manipulation. ആമേൻ. ആരോ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കരുത്. Do not give under fear. ആമേൻ. ഭയത്തിൽ കൊടുക്കരുത്. Do not give which somebody is forcing you. ആരോ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് കൊടുക്കരുത്. Do not get for position. Do not give for positions. പൊസിഷൻ, സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി കൊടുക്കരുത്. Give with sincerity. ആമേൻ. യഥാർത്ഥ നിർമ്മലതയോടെ കൊടുക്കുക. This is between you and your God. ഇത് നിങ്ങളും ദൈവവും തമ്മിലുള്ളതാണ്. I will tell you this. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Test it. ആമേൻ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. Test it. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. You be intentional in giving to the Lord. കൊടുക്കുന്നത് നിങ്ങൾ ഒന്ന് ഇന്റൻഷനൽ ആകുക. God will definitely bless you. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. I am not giving so that I will be blessed. Amen. Let me make it very clear. വ്യക്തമാക്കട്ടെ, എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ We കൊടുക്കുകയില്ല. should not be giving so that we may be blessed. ആമേൻ. ഒരിക്കലും അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി നാം But കൊടുക്കരുത്. God will bless when you give. പക്ഷെ തീർച്ചയായിട്ടും നാം കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. Can we commit ourselves in the hands നമുക്ക് of നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു Calvary? കൊടുക്കാം. Can we commit ourselves in the hands of God? ആമേൻ. ഈ സഭ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ Shall we തയ്യാറാണ്. all rise up in the presence of the ആയിരിക്കുന്ന Lord? ഇടങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.